വെൽക്കം ബാക്ക് ടു സാല ലേണിംഗ്. ഇറ്റ്സ് മീ ശ്രീ ഭാമ SB. അപ്പൊ മക്കളെ നമ്മുടെ പരീക്ഷ അല്ലേ, നമ്മളെല്ലാവരും പേടിച്ചിരിക്കും. നമ്മുടെ പരീക്ഷ എത്തി. അപ്പൊ പരീക്ഷയ്ക്ക് അടിപൊളിയായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് നിങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ടത്. സോ ഇന്ന് മിസ് വന്നിട്ടുള്ളത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസുകൾ ഡിസ്കസ് ചെയ്യാനാണ്. സോ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ആസിഡുകളുടെ പ്രത്യേകതകൾ കണ്ടെത്താം. റൈറ്റ് ദ പെക്യൂലിയാരിറ്റി ഓഫ് ആസിഡ് ആൻഡ് നെയിം ടു ആസിഡ്സ് ഇൻ ലബോറട്ടറി. പരീക്ഷാശാലയിൽ ഉപയോഗിക്കുന്ന 2 ആസിഡുകളുടെ പേര് എഴുതാം. എന്തൊക്കെയാണ് മക്കളെ ആസിഡിന്റെ സ്പെഷ്യാലിറ്റി? നമുക്കറിയാം, ഫുഡിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ആണെങ്കിൽ വീക്ക് ആയിട്ടുള്ള ആസിഡ് ആണെന്ന് അറിയാം അല്ലേ. ഇപ്പം നാരങ്ങ, മോര്, വിനാഗിരിയിലൊക്കെ ആസിഡ് ഉണ്ട്. പക്ഷെ അത് ശക്തി കുറഞ്ഞിട്ടുള്ള വീക്ക് ആയിട്ടുള്ള ആസിഡുകളാണ് ഫുഡ് സബ്സ്റ്റൻസിൽ. കാരണം നമ്മളൊരു നാരങ്ങ കഴിച്ചാൽ മരിച്ചു പോകുന്നില്ല, കാരണം അത് വീക്കാണ്. ആസിഡ് എന്ത് രുചിയാണ്? നാരങ്ങ കഴിച്ചാൽ എന്ത് രുചിയാണ്? പുളി സോഫ്റ്റ് ടേസ്റ്റ് ആണ്. ദാറ്റ് മീൻസ് ആസിഡിന് പുളി രുചിയാണ്. പിന്നെയോ ആസിഡിൽ എന്താ മാറ്റങ്ങൾ വരുന്നത്? നമ്മൾ ഈ പറഞ്ഞ പോലെ ലബോറട്ടറിയിൽ യൂസ് ചെയ്യുന്ന ആസിഡുകൾ ഏതാ ചോദിച്ചാൽ നമുക്ക് നൈട്രിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒക്കെ എഴുതാം. അതൊക്കെ ശക്തി കൂടിയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ആസിഡുകളാണ്, ഭയങ്കര ശക്തിയുള്ള ആസിഡുകളാണ്. അതേ സമയത്ത് ആസിഡിലുള്ള കളർ ചേഞ്ച് നിങ്ങൾ പഠിക്കണം. നീല ലിറ്റ്മസ് പേപ്പർ ചുവപ്പാവുന്നതാണെങ്കിൽ അവൻ ആസിഡാണ്. ആസിഡിൽ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ റെഡ് ABR, റെഡ് ലിറ്റ്മസ് പേപ്പർ ബ്ലൂ ആകുന്നത് ബേസിൽ RBB. മറക്കാണ്ട് പഠിച്ചു വെച്ചോ, എപ്പോഴും എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. റെഡി അല്ലേ? ABR RBB. ആൽക്കലി ആണെങ്കിലോ ചുവന്ന ലിറ്റ്മസിനെ നീലയാക്കും. നമ്മൾ പറഞ്ഞു റെഡ് ലിറ്റ്മസിനെ ബ്ലൂ ആക്കുന്നതാണ് RBB. അതേപോലെ ആൽക്കലികള് കാരരുചിയാണ്, ദേ ആർ ബിറ്റർ ടേസ്റ്റ്. ഒരു സോപ്പ് വിഴുങ്ങിയാൽ എക്സ്പ്രഷൻ കഴിച്ചിട്ട് വയ്യാന്ന് പറയുകയാണെങ്കിൽ അത് ബിറ്റർ ടേസ്റ്റ് ആണ്, കാരണം സോപ്പൊക്കെ ആൽക്കലിയിൽ പെട്ടിട്ടുള്ളതാണ് കേട്ടോ. അതുപോലെ ഒരു വഴുവഴുപ്പ്, സോപ്പ് ഉപയോഗിച്ചൊരു വഴുവഴുന്നിരിക്കില്ലേ, വഴുവഴുപ്പും ഉണ്ടായിരിക്കും. റെഡി അല്ലേ? അപ്പൊ അത് നമ്മൾ പഠിച്ചു. നെക്സ്റ്റ്, കുട്ടി ചെയ്തൊരു പരീക്ഷണത്തിന്റെ റിസൾട്ട് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ആസിഡ് ആയിട്ടുള്ള വിനീഗർ, എടുത്തിട്ടുള്ള സാധനം സിങ്ക്, ഉണ്ടായ വാതകം ഏത്? റൈറ്റ് ദ മീൻസ് ഓഫ് ഐഡന്റിഫൈ ദ ഗ്യാസസ് പ്രൊഡ്യൂസ് ഇൻ ദ കെമിക്കൽ റിയാക്ഷൻ. ഇതിനകത്ത് ഏത് റിയാക്ഷൻ ആണ് നടന്നത്? എടാ മക്കളെ, സിങ്ക് എന്ന് പറഞ്ഞാൽ ഒരു മെറ്റൽ ആണെന്നറിയാം. വിനാഗിരി എന്ന് പറഞ്ഞാൽ അതിനകത്ത് അസറ്റിക് ആസിഡ് ഉണ്ടെന്നറിയാം. അപ്പൊ അത് ആസിഡ് ആണെന്നറിയാം. ആസിഡ് മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്താൽ എന്താണ് ഗൈസ് സംഭവിക്കുക? നമ്മുടെ ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാകുന്നു. ഹൈഡ്രജൻ ഫ്ലാമബിൾ ആയിട്ടുള്ള പുഷ്പ ഫയർ, ഹൈഡ്രജൻ ഫയർ ആണെന്ന് പഠിച്ചു വെക്കുക അല്ലേ. ദാറ്റ് മീൻസ് ഫ്ലാമബിൾ ആയിട്ടുള്ള ഗ്യാസ് ആണ്. എപ്പോഴും ആലോചിക്കുക, ആസിഡ് മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്താൽ അവിടെ എന്ത് ഫോം ചെയ്യും? ഹൈഡ്രജൻ ഗ്യാസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഇങ്ങനെയാണെങ്കിലും വേറെ ക്വസ്റ്റ്യൻസും ചോദിക്കാം. കണ്ടോ, തൈര്, മോര് എന്നിവ ചേർത്ത കറികൾ മൺപാത്രത്തിൽ ഉണ്ടാക്കുന്നത് എന്തുകൊണ്ട്? വൈ എർത്തൺ വെസൽസ് ആർ യൂസ് ഫോർ ദിസ് യൂസ്? കുക്കിംഗ് ഒക്കെ യൂസ് ചെയ്യാനുള്ള റീസൺ എന്താ ചോദിച്ചാൽ നിങ്ങൾ പറയുക, അച്ചാറുകൾ സൂക്ഷിക്കാൻ ലോഹപാത്രങ്ങൾ ഉപയോഗിക്കാറില്ല. തൈര്, മോര് തുടങ്ങിയിട്ടുള്ള കറികൾ ഉണ്ടാക്കാൻ മൺപാത്രങ്ങളാണ് യൂസ് ചെയ്യുന്നത്. റീസൺ എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇവരിലൊക്കെ എന്താ അടങ്ങിയിട്ടുള്ളത്? ആസിഡ് ലോഹവുമായിട്ട് കൂടി ചേർന്നാൽ അവിടെ സീനാണ്. അതുകൊണ്ടാണ് ചില്ലുപാത്രമോ പ്ലാസ്റ്റിക് പാത്രമോ യൂസ് ചെയ്യുന്നത്. ഇനിയോ, സോപ്പ് നിർമ്മാണത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് അതിന് എന്തൊക്കെയാണ് ആവശ്യമുള്ളത്? എന്തൊക്കെയാണ് ആൽക്കലിയുടെ യൂസസ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് മക്കളെ സോപ്പ് ഉണ്ടാക്കാം? സിമ്പിൾ ആണ് അല്ലേ. നമ്മൾ ആദ്യം ഒരു വലിയൊരു സ്റ്റീൽ പാത്രം എടുക്കുക. സ്റ്റീൽ പാത്രം എടുത്തിട്ട് അതിലോട്ട് കാസ്റ്റിക് സോഡ എന്ന് വെച്ചാൽ സോഡിയം ഹൈഡ്രോക്സൈഡ് നമ്മൾ ആഡ് ചെയ്യാണ്. എന്നിട്ട് നന്നായിട്ട് ഇളക്കുകയാണ്. ഇളക്കുമ്പോൾ നല്ല ചൂടാന്നിരിക്കും, കാരണം ഇതിൽ നിന്ന് നല്ല ഹീറ്റ് ലിബറേറ്റ് ചെയ്യുന്നതുകൊണ്ട് അതൊന്ന് തണുക്കാൻ വേണ്ടി നമ്മളൊന്ന് മാറ്റി വെച്ചു. എന്നിട്ട് അപ്പുറത്ത് നമ്മളൊരു പ്ലാസ്റ്റിക്കിൻ്റെയോ സ്റ്റീലിൽ വേറൊരു പാത്രം എടുത്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? അതിനകത്തോട്ട് കുറച്ച് ഈ പറഞ്ഞ പോലെ വെളിച്ചെണ്ണ എടുത്തിട്ട് അതിനകത്തോട്ട് നമ്മൾ ഈ മാറ്റി വെച്ച സാധനം ഇങ്ങനെ നന്നായിട്ട് ഒഴിക്കുക. എന്നിട്ട് നമ്മുടെ സോപ്പിന് നല്ല കട്ടി വരാൻ വേണ്ടിയിട്ട് സോഡിയം സിലിക്കേറ്റും സ്റ്റോൺ പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല സ്മെല്ല് വരാൻ വേണ്ടിയിട്ട് പെർഫ്യൂംസും സുഗന്ധദ്രവ്യവും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇഷ്ടമുള്ള ഷേപ്പിൽ, ഇപ്പം ഞാൻ ഈ ഷേപ്പ് ആണെങ്കിൽ ഈ ഒരു ഷേപ്പ്, റൗണ്ട് ആണെങ്കിൽ റൗണ്ട് ഷേപ്പിലോട്ട് മോൾഡിലോട്ട് ഒഴിക്കുകയാണ്. അങ്ങനെ ഒഴിച്ച് വെച്ചിട്ട് ഒരു 2 വീക്കൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ടൊന്ന് സെറ്റായെന്ന് തോന്നുകയാണെങ്കിൽ 2 വീക്സിന് ശേഷം നമുക്കത് ഉപയോഗിക്കാം. സോ ഡിസോൾവ് കോസ്റ്റിക് സോഡ ആൻഡ് വാട്ടർ ടേക്കൻ ഇൻ എ സ്റ്റീൽ വെസൽ. എന്തിനാ സ്റ്റീൽ വെസൽ തന്നെ യൂസ് ചെയ്തെന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾ പറയുക, ഇറ്റ് ഈസ് ലിബറേറ്റ് ഹീറ്റ് 3-4 hours അതുകൊണ്ട് കൂൾ ചെയ്യാൻ വേണ്ടി വെക്കണം. ദെൻ ആഫ്റ്റർ ദാറ്റ് നമ്മൾ മറ്റൊരു പാത്രം എടുക്കുകയാണ്. അതിനകത്തോട്ട് പ്ലാസ്റ്റിക് വെസലിനകത്തോട്ട് കോക്കനട്ട് വാട്ടർ എടുത്ത് ഈ പറഞ്ഞ സാധനം നമ്മൾ പോർ ചെയ്തതിന് ശേഷം സ്റ്റോൺ പൗഡർ, സോഡിയം സിലിക്കേറ്റ് ആഡ് ചെയ്യുന്നു. കട്ടിയാവാൻ വേണ്ടിയിട്ട് അല്ലെ, ഹാർഡ്നെസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സ്റ്റിർ വെൽ ടിൽ ദ മിക്സ്ചർ ഈസ് സോളിഡിഫൈ. നന്നായിട്ട് ഇളക്കി കട്ടയാവുന്നവരെ വെയിറ്റ് ചെയ്യുക. ആഫ്റ്റർ ദാറ്റ് ഫ്രാഗ്രൻസിനും അട്രാക്റ്റീവ്നെസ്സിനും സാധനങ്ങളും പെർഫ്യൂംസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് മോൾഡറിലോട്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്യാണ്. ഇതുപോലെ മോൾഡറിലോട്ട് മാറ്റിയിട്ട് അതൊന്ന് സെറ്റാവാൻ 3-4 ദിവസമൊക്കെ എടുക്കും. അതിനുശേഷം നമ്മൾ 2 വീക്സിന് ശേഷം വി ക്യാൻ യൂസ്. അങ്ങനെയാണ് നമ്മൾ സോപ്പ് ഉണ്ടാക്കുന്നത് കേട്ടോ. ആൻഡ് ആൽക്കലിയുടെ യൂസസ് നമ്മളോട് ചോദിച്ചിരുന്നു. അപ്പൊ പറയാ, ഗ്ലാസ് നിർമ്മാണം, അസിഡിറ്റിക്ക്, അതുപോലെ മരുന്നുകളില്, സോഫ്റ്റ് സോപ്പില്,
പേപ്പേഴ്സ് അതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ് ആൽക്കലി. ആൽക്കലിയുടെയും ചോദിക്കാം, ആസിഡിനെയും ചോദിക്കാം. രണ്ടും നിങ്ങൾ മെഡിക്കലായിട്ട് പഠിച്ചു വെക്കണം. റെഡി. അടുത്തത്, നിത്യജീവിതത്തിലെ പല സന്ദർഭങ്ങളിൽ നാം ഉപയോഗിക്കുന്ന ചില സംവിധാനങ്ങളുടെ ചിത്രമാണ് കൊടുത്തത്. ഒറ്റപ്പെട്ടത് ഏത്? ഓഡ് വൺ ഏത്? ഇതിൽ ഓഡ് വൺ കണ്ടാൽ തന്നെ അറിയാം. ഇത് ബാറ്ററിയും സെല്ലും സോളാർ ലൈറ്റിന്റെ ഇടയിൽ എന്തിനാ മക്കളെ? ഇൻസുലേഷൻ ടേപ്പ് അല്ലേ? ആ ഇൻസുലേഷൻ ടേപ്പ് കണ്ടാൽ തന്നെ അറിയാം ഇവനാണ് ഓഡ് വൺ. കാരണം എന്താണ്? ബാക്കിയൊക്കെ സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ആണ്, വൈദ്യുത സ്രോതസ്സുകളാണ്. വൈദ്യുത സെല്ല്, ജനറേറ്റർ, സോളാർ സെല്ലൊക്കെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളുകളാണ് അല്ലേ? സോ ദേ ആർ ദ ഡിവൈസസ് ദാറ്റ് പ്രൊവൈഡ് ഇലക്ട്രിസിറ്റി. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും ഇൻസുലേറ്റർ ആണ് സെപ്പറേറ്റ്. ഇനിയോ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആണ് ഓപ്പൺ സർക്യൂട്ട് ആയിട്ടുള്ളത്? ഫാൻ കറങ്ങുന്നത്, കേടായ സ്വിച്ചിന്റെ സ്വിച്ച് ഓൺ ആക്കുന്നത്, മിക്സി പ്രവർത്തിക്കുന്നത്, ബൾബ് പ്രകാശിക്കുന്നത്. ഓപ്പൺ സർക്യൂട്ട് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്പൺ സർക്യൂട്ട് എന്ന് പറയുന്ന സമയത്ത് അവിടെ ബൾബ് കത്തില്ല എന്ന് വെച്ചാൽ അവിടെ ഇലക്ട്രിസിറ്റി ഇല്ല. അങ്ങനെയാണെങ്കിൽ എവിടെയാ പ്രശ്നം വരിക? കേടായ ബെല്ലിന്റെ സ്വിച്ച് ഓൺ ചെയ്യുമ്പോഴല്ലേ മക്കളെ ഓപ്പൺ സർക്യൂട്ട് ആവുന്നേ. കാരണം ബാക്കിയെല്ലാം ക്ലോസ്ഡ് ആണ്. ഇപ്പൊ ഫാൻ കറങ്ങുന്നതും ലൈറ്റ് കത്തുന്നതും ഒക്കെ ഇലക്ട്രിസിറ്റി ഉള്ളതുകൊണ്ടാണ്. ഇവിടെ അത് വരാതിരിക്കാനുള്ള റീസൺ എന്ന് പറയുന്നത് ഒരു ഓപ്പൺ സർക്യൂട്ട് ആയതുകൊണ്ടാണ്. സോ കേടായ സ്വിച്ച് ആണ് കറക്റ്റ് ആയിട്ടുള്ള കാര്യം. ഇനി അടുത്തത്, വാട്ട് ഈസ് ദ എനർജി ചേഞ്ച് ഓഫ് ബാറ്ററി വെൻ ഇറ്റ്സ് കണക്റ്റഡ് ടു എൻ എമർജൻസി ലാമ്പ്? ബാറ്ററി ഉപയോഗിച്ച് എമർജൻസി ലാമ്പ് പ്രകാശിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജമാറ്റം ഏതാ ചോദിച്ചു. ഏതാണ് മക്കളെ ഇതിനകത്ത് വരാ? സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം, കെമിക്കൽ എനർജി ഫസ്റ്റ് ചേഞ്ചസ് ടു ഇലക്ട്രിക്കൽ എനർജി. കാരണം ബാറ്ററി ഉപയോഗിച്ചിട്ടാണ്. ബാറ്ററി എന്ന് പറഞ്ഞാൽ അത് കെമിക്കലാണ്. അതെന്തായിട്ട് മാറി? ആദ്യം നമ്മൾ അതിനെ ഉപയോഗിച്ചിട്ട് എമർജൻസി ലാമ്പ് ആക്കി, എന്നുവെച്ചാൽ ഇലക്ട്രിക്കൽ ആയിട്ടുള്ള എനർജി ആക്കി മാറ്റി. പിന്നെയാണ് ആ ലൈറ്റ് കത്തിയപ്പോൾ അത് ലൈറ്റ് സോഴ്സ് ലൈറ്റ് ആയിട്ട് വന്നത്. ലൈറ്റ് കത്തി എന്ന് പറയുമ്പോൾ ലൈറ്റ് എനർജി ആയി. സോ രാസോർജം, വൈദ്യുതോർജം പിന്നീട് പ്രകാശോർജമായിട്ട് മാറുകയാണെങ്കിൽ അതാണ് അവിടെ വന്നിട്ടുള്ള ചേഞ്ച്. ഓക്കെ. അപ്പൊ ഇനി നോക്കിക്കോ, ഈ ബാറ്ററി എന്ന് പറയുന്ന സമയത്ത് ഒന്നിലധികം സെല്ലുകൾ യോജിപ്പിച്ചതാണ് നമ്മുടെ ബാറ്ററി അല്ലേ? കേട്ടോ, ഇതുപോലെ കുറേ സാധനങ്ങൾ കൂടി ചേർന്നതിനെയാണ് ബാറ്ററി. ഒരു സെല്ല് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് ഒരൊറ്റ സെല്ലായിട്ട് വരയ്ക്കാം. ഇങ്ങനെയുള്ള കുറേ സെല്ലുകൾ കൂടി ചേരുമ്പോഴാണ് അവിടെ ബാറ്ററി ആയിട്ട് മാറുന്നത്. ഓക്കെ. സെൽ എന്ന് പറയുമ്പോൾ നോക്കൂ, രാസോർജത്തെ വൈദ്യുതമാർജ്ജമാക്കി മാറ്റാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് വൈദ്യുതരാസ സെൽ. സെൽ ആർ ദ ഡിവൈസസ് ദാറ്റ് കൺവേർട്ട് കെമിക്കൽ എനർജി ഇൻടു ഇലക്ട്രിക്കൽ എനർജി. ഇലക്ട്രിക്കൽ എനർജി is stored as chemical energy in them. The chemical energy is converted into electrical energy when we use them. അപ്പൊ ഈ പറഞ്ഞ പോലെ രാസോർജം വൈദ്യുതോർജം രാസോർജമായിട്ട് സംഭരിച്ചിട്ടുണ്ട്. ഇത് ഉപയോഗിക്കുന്ന സമയത്ത് രാസോർജം ഇലക്ട്രിസിറ്റി വൈദ്യുതി ആക്കി മാറ്റാണ് അതിനകത്ത് ചെയ്യുന്നത്. സോ ബാറ്ററി എന്താണ്, സെല്ലാണ് എന്താണെന്നും കൂടെ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യരുത്. മിടുക്കറായിട്ട് പഠിക്കുക, അടിപൊളിയായിട്ട് പഠിക്കുക. സോ ബാക്കി കാര്യങ്ങൾ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. സോ അതുവരേക്കും ബൈ ബൈ. സീരിയസ് ബൈ.